ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കാണാത്തവർ ആദ്യം അത് പോയി കാണുക. ഇന്നലെ നമ്മൾ പറഞ്ഞത് കോമിനെ കുറിച്ചാണ്. ഇത് നമ്മൾ 4 റിഫ്ലെക്സസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്യൂപ്പിലറി, ഒസ്കുലർ വെസ്റ്റിബുലർ, ഫാരിഞ്ചോ ടക്കിയർ, കോർണിയൽ റിഫ്ലെക്സിനെ കുറിച്ച്. ഇത് കോമയിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. ഫസ്റ്റ് വൺ പ്യൂപ്പിലറി റിഫ്ലെക്സ് ആണ്. മെയിൻലി നമ്മൾ ഒരു പേഷ്യൻ്റെ കണ്ണിലോട്ട് ടോർച്ച് അടിക്കുകയാണ്. ആ സമയത്ത് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. ഈ ഒരു റിഫ്ലെക്സിനെയാണ് നമ്മൾ പ്യൂപ്പിലറി റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഒക്കുലോ വെസ്റ്റിബുലർ റിഫ്ലെക്സ് ആണ്. നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ ഹെഡ് ഇപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പേഷ്യൻറ്റിനോട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിയാൻ പറയുകയാണ്. ആ സമയത്ത് പേഷ്യൻറ്റിൻ്റെ കണ്ണ് ആ 2 സൈഡിലോട്ടും ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഒക്കുലോ വെസ്റ്റിബുലർ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് കോർണിയൽ റിഫ്ലെക്സ് ആണ്. കോർണിയൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കണ്ണിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബഡ്സ് ആയിക്കോട്ടെ, ബഡ്സ് ഇങ്ങനെ കുത്താൻ പോകുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് ആ ഒരു സഡൻ ആയിട്ടുള്ള റിഫ്ലെക്സ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ണ് അടയ്ക്കും, ബ്ലിങ്ക് ചെയ്യും. ഈ ഒരു റിഫ്ലെക്സ് ആണ് കോർണിയൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫാരിഞ്ചൽ റിഫ്ലെക്സ്, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വുഡൻ പീസോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകാം, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം. ഇതൊക്കെയാണ് ഫാരിഞ്ചൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രക്കിയൽ റിഫ്ലെക്സ് ആണ്. ഇൻറ്റുബേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കഫ് റിസെപ്റ്റേഴ്സ് ഉണരുകയും അങ്ങനെ നമുക്ക് ചുമ വരികയും ചെയ്യും. ഈ എല്ലാ പറഞ്ഞ റിഫ്ലെക്സും ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ പേഷ്യൻ്റ് കോമ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.